വെൽക്കം എവരി വൺ. ഷാഡോ ബ്രോഡ്കാസ്റ്റിങ്ങിൻ്റെ ഫ്രീ പാത്ത് IAS പ്രോഗ്രാമിലേക്ക് സ്വാഗതം. സോ യെസ്, മൈ നെയിം ഈസ് സച്ചിൻ. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ഞാൻ തന്നിരുന്നു ഹോംവർക്കായിട്ട്. സോ നമുക്ക് ആ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ഐ ഹോപ്പ് എവരി വൺ ട്രൈഡ് ദ ക്വസ്റ്റ്യൻ. ഓക്കെ, കിട്ടിയത് ഞാൻ പറയുന്നത് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതാണ് ദ ബെസ്റ്റ് തിങ്. ഓക്കെ, ട്രൈ ചെയ്യുക ക്വസ്റ്റ്യൻ എപ്പോഴും. യെസ്, എ ബിൽ ഈസ് ഇൻ ദ ഫോം ഓഫ് a bill for rupees 1840 is paid in the denomination of rupees 50, 20 and rupees 10 notes. Total 50 notes are there. Go for the 3 statement. Okay, so total എത്ര രൂപയുണ്ട് എൻ്റെ കയ്യിൽ? ടോട്ടൽ rupees 1840 ഉണ്ട്. അതുപോലെ ടോട്ടൽ എത്ര നോട്ട്സ് ഉണ്ട് എൻ്റെ കയ്യിൽ? ടോട്ടൽ 50 നോട്ട്സേ ഉള്ളൂ എൻ്റെ കയ്യിൽ. ഇനി സ്റ്റേറ്റ്മെൻറ്റ് 1ലേക്ക് വരാം. 25 notes of 50 are used. The remaining are in the denomination of 20 and 10. സോ ആദ്യത്തെ കേസിൽ ഞാൻ എന്ത് ചെയ്തു? 25-50 രൂപ നോട്ട് ഞാൻ കൊടുത്തു. 25-50 രൂപ നോട്ടെന്ന് പറയുമ്പോൾ എത്ര രൂപ ഞാൻ കൊടുത്തു? 25 × 50 അല്ലേ? എൻ്റെ ഇപ്പോൾ ഒരു 50 രൂപ നോട്ടേ ഉള്ളെങ്കിൽ എൻ്റെ കയ്യിൽ എത്ര രൂപയുണ്ട്? 50 രൂപയുണ്ട്. 2 നോട്ടുണ്ടെങ്കിലോ 50 × 2 100 രൂപയുണ്ട്. 3 നോട്ടുണ്ടെങ്കിലോ 3 × 50 150 നോട്ടുണ്ട് എൻ്റെ കയ്യിൽ. ഇവിടെ എൻ്റെ 25 നോട്ടുണ്ട്. അതെന്ന് പറയുന്നത് അപ്പം 50 രൂപ നോട്ടാണ് 25 എണ്ണം. ടോട്ടൽ എത്ര രൂപയുണ്ട്? അപ്പം 50 × 25 rupees 1250 ഉണ്ട്. എനിക്ക് ബാക്കി എത്രയും കൂടെ വേണം? ബാലൻസ് നോക്കാം അല്ലേ? ബാലൻസ് എത്രയാണ്? 1840 മൈനസ് 1250. ബാലൻസ് എത്ര രൂപ? 590 രൂപ. ഈ 590 രൂപ എൻ്റെ കയ്യിൽ പറയുന്നത് ബാക്കി ഡിനോമിനേഷൻസ് ആർ ഓഫ് rupees 20 and 10. 20 and 10 ആയിട്ടാണ് എൻ്റെ കയ്യിൽ ബാലൻസ് ഇരിക്കുന്നതെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്താലോ. ബാക്കി ഇനി എത്ര നോട്ട് കൂടെ ഉള്ളൂ? 25 നോട്ട് കൂടെ ഉള്ളൂ. ഞാൻ ആ 25 നോട്ടും 20 രൂപ നോട്ടാണെന്ന് കരുതി. അപ്പോൾ എൻ്റെ എത്ര രൂപ ഉണ്ടാകും? 25 നോട്ടും 20 രൂപയാണ്. സോ 25 × 20 500 രൂപയാണ് എൻ്റെ കയ്യിലുള്ളത്. പക്ഷേ യെസ്, എനിക്ക് 590 രൂപ വേണമായിരുന്നു. പക്ഷേ എൻ്റെ കയ്യിൽ നോട്ടെല്ലാം ഞാൻ മാക്സിമൈസ് ചെയ്തപ്പോൾ എനിക്ക് 500 രൂപയേ ആയുള്ളൂ അല്ലേ? ഞാൻ 90 രൂപ ഷോർട്ടാണ്. അതിനർത്ഥം എന്താ? സ്റ്റേറ്റ്മെൻറ്റ് 1 തെറ്റാണ്. സ്റ്റേറ്റ്മെൻറ്റ് 1 തന്നിരിക്കുന്നത് എന്താണ്? തെറ്റാണ്. എനിക്ക് 590 രൂപ വേണമായിരുന്നു. പക്ഷേ ഞാൻ മൊത്തം കൂടെ നോട്ട് 20 രൂപയുടെ നോട്ട് എണ്ണി നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയത് 500 കിട്ടിയുള്ളൂ. 90 രൂപയും കൂടെ വേണ്ടേ? അപ്പോൾ ഈ കണക്ക് എന്താണ്? ഈ കണക്ക് തെറ്റാണ്. ഓക്കെ, ഈ കണക്ക് എന്താണ്? തെറ്റാണ്. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് പോകാം. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത് 35 നോട്ട് 20 രൂപയുടെ നോട്ടാണ്. ഓക്കെ, 35 നോട്ട് 20 രൂപയുടെ നോട്ട്. അപ്പോൾ എത്ര രൂപയായി? 700. ബാലൻസ് എത്ര ഉണ്ട്? ബാലൻസ് എത്ര വേണം? ബാലൻസ് 1840 മൈനസ് 700 വിച്ച് ഈസ് 1140. ഇത്ര എനിക്ക് വേണം. ഇനി എൻ്റെ കയ്യിൽ ബാലൻസ് എത്ര നോട്ടുണ്ട്? 35 നോട്ട് ഓൾറെഡി ഞാൻ യൂസ് ചെയ്തു. ബാലൻസ് 15 നോട്ട്. ആ 15 നോട്ടും ഏത് ഡിനോമിനേഷനിലാണ്? rupees 50 and 10. ആ 15 നോട്ടും ഞാൻ rupees 50 ഡിനോമിനേഷനിലാണെന്ന് കരുതി. 50 രൂപ. 15 നോട്ടും 50 രൂപയുടെയാണുള്ളത്. അപ്പം എൻ്റെ കയ്യിൽ എത്ര രൂപയുണ്ട്? 750 രൂപ. എനിക്ക് എത്ര വേണമായിരുന്നു? 1140 വേണമായിരുന്നു. കിട്ടിയത് എത്ര? 750. 1140 വേണം, പക്ഷെ കിട്ടിയത് 750. അതിനർത്ഥം ഈ കണക്കും തെറ്റാണ് അല്ലേ? ഈ കണക്കും തെറ്റാണ്. സോ സ്റ്റേറ്റ്മെൻറ്റ് ബി ഈസ് ഓൾസോ റോങ്. സ്റ്റേറ്റ്മെൻറ്റ് 3ലേക്ക് വരാം. സ്റ്റേറ്റ്മെൻറ്റ് 3ൽ ഞാൻ പറഞ്ഞു ഒരു സ്റ്റേറ്റ്മെൻറ്റ് ചെയ്യുന്ന അതേ മെത്തേഡിലാണ് 3 സ്റ്റേറ്റ്മെൻറ്റും ചെയ്യുക. ഇനി 20 നോട്ട് 10ൻ്റെയാണ്. സോ 20 × 10 200 രൂപ. ബാലൻസ് നോക്കാം. ബാലൻസ് എന്ന് പറയുന്നത് 1840 മൈനസ് 200 1640. ഇനിയും ബാക്കി എത്ര നോട്ടുണ്ട്? 30 നോട്ടുണ്ട്. ആ 30 നോട്ടും ഞാൻ 50 രൂപ കൊടുത്തു. കാരണം ഡിനോമിനേഷൻസ് ഓഫ് rupees 50 and 20 എന്നാണ്. ഡിനോമിനേഷൻസ് ഓഫ് rupees 50 and 20. ഞാൻ ആ 30 നോട്ടും എന്ത് ചെയ്തു? 50 രൂപയുടെ നോട്ട് തന്നെ കൊടുത്തു. 30 × 50 എത്ര കിട്ടും? 1500. എനിക്ക് 1640 വേണമായിരുന്നു. പക്ഷെ കിട്ടിയത് 1500 കിട്ടിയുള്ളൂ. വീണ്ടും 140 രൂപ കുറവാണ് അല്ലേ? 140 രൂപ കുറവാണ്. ഇപ്പോൾ കൂടുതലാണെങ്കിൽ കുഴപ്പമില്ല, എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. നോട്ട് മാറ്റി അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷെ കുറവാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? എന്തെടുത്ത് മാറ്റും? ഞാൻ മാറ്റാനൊന്നുമില്ല, കയ്യിൽ നോട്ടില്ല, ഒന്നുമില്ല, തീർന്നു. 50 നോട്ട് ഉപയോഗിച്ച് കഴിഞ്ഞു. എന്നിട്ടും 140 രൂപ കുറവാണ്. ദാറ്റ് മീൻസ്
the given statement is also wrong. So നമ്മൾ 3 സ്റ്റേറ്റ്മെന്റും വെരിഫൈ ചെയ്തു, 3 സ്റ്റേറ്റ്മെന്റും എന്തായിപ്പോയി? തെറ്റിപ്പോയി. So we can say that which of the above statements are not correct? അതാണ് ക്വസ്റ്റ്യൻ. സ്റ്റേറ്റ്മെന്റ് ആർ കറക്റ്റ് എന്നല്ല ചോദ്യം. Which of the statements are not correct? Answer 1, 2 and 3. That is option D is the answer. എല്ലാ ക്വസ്റ്റ്യനിലും സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആയിരുന്നു. അപ്പോൾ നമ്മൾ വായിക്കുമ്പോൾ ചിലപ്പോൾ ഇത് കറക്റ്റ് എന്ന് വായിച്ചു പോകും. നോ, which of the statements are not correct? Answer is all the 3 are incorrect. 1, 2 and 3 is the answer. Okay, yes. ഇനി നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 13. Consider the question and 2 statements given below. Question 1, is x an integer? സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, എക്സ് ഇൻറ്റിജർ ആണോ എന്ന് ചോദിക്കുന്നു. സ്റ്റേറ്റ്മെന്റ് 1 x/3 is not an integer. Statement 2 3x is an integer. Which of the following is correct in respect of the question and statement? ഈ സ്റ്റേറ്റ്മെന്റ് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സ്റ്റേറ്റ്മെന്റ് 1 alone is sufficient to answer the question. സ്റ്റേറ്റ്മെന്റ് 1 മാത്രം ഉപയോഗിച്ചാൽ എനിക്ക് ആൻസർ കിട്ടും. സ്റ്റേറ്റ്മെന്റ് 2 is alone sufficient to answer the question. സ്റ്റേറ്റ്മെന്റ് 2 മാത്രം ഉപയോഗിച്ചാൽ എനിക്ക് ആൻസർ കിട്ടും. ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ആർ സഫിഷ്യൻറ്റ്. രണ്ടും കൂടെ ഉപയോഗിച്ചാൽ എനിക്ക് ആൻസർ കിട്ടും. രണ്ടും ഉപയോഗിച്ചാലും ആൻസർ കിട്ടില്ല. ഇതാണ് 4 ഓപ്ഷൻസ്. സോ സ്റ്റേറ്റ്മെന്റിലേക്ക് വരാം. x/3 ഇൻറ്റിജർ ആണെന്ന് പറയുന്നു, 3xും ഇൻറ്റിജർ ആയിരിക്കും. ഓക്കെ, അതാണ് എന്ത് ക്വസ്റ്റ്യൻ. ഞാൻ എന്ത് ചെയ്യുന്നു? എക്സിന് ഞാനിവിടെ ഓക്കെ x/3 ഈസ് നോട്ട് ആൻ ഇൻറ്റിജർ. ഞാൻ എക്സിന് ഇവിടെ 5/3 കൊടുക്കുന്നു. എക്സിന് ഞാൻ 5/3 കൊടുത്ത് എനിക്ക് എന്ത് കിട്ടും ഇവിടെ? സോ ഇവിടെ എക്സിന് ഞാൻ 5/3 കൊടുക്കുന്നു. സോ ഇറ്റ് വിൽ ബിക്കം 5/3/3 വിച്ച് ഈസ് 5/9. യെസ്, കണ്ടീഷൻ 2 ആണ്. എക്സ് ഈസ് നോട്ട് ആൻ ഇൻറ്റിജർ. x/3 ഈസ് നോട്ട് ആൻ ഇൻറ്റിജർ അല്ലേ? അടുത്ത് ഇവിടെ ഞാൻ എക്സിന് 5/3 കൊടുക്കുന്നു. 5/3 into 3 which is equal to 5. Yes, x is an integer. അതായത് എക്സിന് ഞാൻ 5/3 കൊടുത്തപ്പം എൻ്റെ ക്വസ്റ്റ്യൻ എനിക്കൊരു ആൻസർ വന്നല്ലേ? ഈസ് എക്സ് ആൻ ഇൻറ്റിജർ എന്നാണ് ക്വസ്റ്റ്യൻ. അതായത് യെസ് ഓർ നോ ആണ്. സോ ഞാൻ ഈ 2 സ്റ്റേറ്റ്മെൻറ്റും യൂസ് ചെയ്തപ്പോൾ എനിക്ക് എന്ത് മനസ്സിലായി? എക്സ് ഇൻറ്റിജർ അല്ലല്ലേ? ഞാൻ എക്സിന് 5 കൊടുത്തു. 5 കൊടുത്തപ്പോൾ എനിക്ക് ഇൻറ്റിജർ അല്ലെന്ന് ആൻസർ കിട്ടി അല്ലേ? 5 കൊടുത്തപ്പം 5/3 കൊടുത്തപ്പം ഇത് സ്റ്റേറ്റ്മെൻറ്റ് 1ഉം ട്രൂ ആണ്, സ്റ്റേറ്റ്മെൻറ്റ് 2ഉം ട്രൂ ആണ്. ദാറ്റ് മീൻസ് എക്സ് ഈസ് നോട്ട് ആൻ ഇൻറ്റിജർ അല്ലേ? ഓപ്ഷൻ സി കൊടുക്കുമോ പോയി? ഇല്ല, ഓപ്ഷൻ സി കൊടുക്കാൻ പാടില്ല. ഞാൻ ഇനി അടുത്ത കണ്ടീഷൻ പോകുന്നു. കാരണം ഞാൻ സ്റ്റേറ്റ്മെൻറ്റ് ബേസ്ഡ് പറഞ്ഞിട്ടുണ്ട്, ഒരു കണ്ടീഷൻ വെച്ച് ഒരിക്കലും ആൻസർ എഴുതാൻ പറ്റില്ല. ഒന്നിൽ കൂടുതൽ കണ്ടീഷൻ ചെക്ക് ചെയ്യണം. ഞാൻ അടുത്തത് എക്സിന് 5 കൊടുത്തു. എക്സിന് എന്ത് ചെയ്തു? 5 കൊടുത്തു. സോ x/3 എന്ന് പറഞ്ഞാൽ 5/3 നോട്ട് ആൻ ഇൻറ്റിജർ അല്ലേ? 5/3 നോട്ട് ആൻ ഇൻറ്റിജർ സ്റ്റേറ്റ്മെന്റ്. അടുത്ത 3x which is 3 into 5 15 belongs to integer. z എന്ന് പറഞ്ഞാൽ ഇൻറ്റിജർ ആണ്. സോ നോക്കിയേ, എക്സിന് ഞാൻ 5 കൊടുത്തപ്പം സ്റ്റേറ്റ്മെന്റ് 1 ട്രൂ ആയി, സ്റ്റേറ്റ്മെന്റ് 2ഉം ട്രൂ ആയി. അതായത് ഫസ്റ്റ് കേസിൽ എനിക്ക് കിട്ടി എക്സ് ഇൻറ്റിജർ അല്ലാന്ന്, രണ്ടാമത്തെ കേസിൽ എനിക്ക് കിട്ടി എക്സ് ഇൻറ്റിജർ ആണെന്ന്. എനിക്ക് എന്തെങ്കിലും ഒരു പ്രോപ്പർ കൺക്ലൂഷൻ കിട്ടിയോ ഇവിടുന്ന്? എന്തെങ്കിലും ഒരു പ്രോപ്പർ കൺക്ലൂഷൻ? സോ പ്രോപ്പർ കൺക്ലൂഷൻ വേണമെങ്കിൽ ദ ക്വസ്റ്റ്യൻ ഈസ് എക്സ് ആൻ ഇൻറ്റിജർ. എക്സ് ഇൻറ്റിജർ ആണോ? ആണ്. ഇവിടെ എക്സ് ഇൻറ്റിജർ ആയിരുന്നു, സ്റ്റേറ്റ്മെൻറ്റ് വാലിഡായി. പക്ഷെ ഇവിടെ വന്നപ്പോൾ എക്സ് ഇൻറ്റിജർ ആണോ? അല്ല, എക്സ് ഇൻറ്റിജർ അല്ല. എക്സ് ഇൻറ്റിജർ ആണോ? അല്ല. അതായത് എക്സിന് ഏത് വാല്യൂ വേണമെങ്കിലും കൊടുക്കാം. ഈ 2 സ്റ്റേറ്റ്മെൻറ്റും എന്ത് ചെയ്യും? സാറ്റിസ്ഫൈ ചെയ്യും. എക്സിന് ഏത് വാല്യൂ കൊടുത്താലും, എന്ത് വാല്യൂ കൊടുത്താലും ഇവിടെ ഈ കണ്ടീഷൻ എന്ത് ചെയ്യുന്നുണ്ട്? സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് അല്ലേ? സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് നമുക്കൊരു പ്രോപ്പർ കൺക്ലൂഷൻ കിട്ടുമോ ഈ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന്? ഈ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് എക്സ് ഇൻറ്റിജർ ആണെന്ന് ചോദ്യത്തിന് ആൻസർ കിട്ടുമോ നമുക്ക്? യെസ് ഓർ നോ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ബോത്ത് ദ സ്റ്റേറ്റ്മെന്റ്സ് ആർ നോട്ട് സഫിഷ്യൻറ്റ് അല്ലേ? ഓപ്ഷൻ ഡി, ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ആർ നോട്ട് സഫിഷ്യൻറ്റ് ടു ആൻസർ ദ ക്വസ്റ്റ്യൻ. കാരണം എക്സ് ഇൻറ്റിജർ അല്ല, ഇവിടെ എക്സ് ഇൻറ്റിജർ ആണ്. എന്ത് കൊടുക്കും? ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഈസ് എക്സ് ആൻ ഇൻറ്റിജർ. എക്സ് ഇൻറ്റിജർ ആണോ? അല്ല എന്ന് പറഞ്ഞാൽ ഞാൻ പറയും എനിക്കിവിടെ ആണ്. കാരണം എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് രണ്ടും ശരിയായി. അപ്പോൾ ഇതെനിക്ക് കൊടുക്കണ്ടേ? അടുത്തിപ്പോൾ ആണെന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ വരും. ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്തു? ഞാൻ ഈ വാല്യൂ കൊടുത്തപ്പോൾ 2 സ്റ്റേറ്റ്മെൻറ്റും ട്രൂ ആയി.
സോ എനിക്ക് എന്തില്ല, ഒരു പ്രോപ്പർ കൺക്ലൂഷൻ ഇല്ല. പ്രോപ്പർ കൺക്ലൂഷൻ ഇല്ലെങ്കിൽ അതിനർത്ഥം ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 and 2 ആർ നോട്ട് സഫിഷ്യൻറ്റ്. ഓപ്ഷൻ ഡി ഈസ് ദ ആൻസർ. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 22 നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് 22 അല്ലേ. There is a numeric lock which has a 3-digit pin containing digit from 1 to 7. 1 to 7. 1 തൊട്ട് 7 വരെ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, there is no repetition of digit. അതുപോലെ തന്നെ the digit in the pin from left to right are decreasing order. So 3-digit pin ആണ്. 3-digit pin. ലെഫ്റ്റ് ടു റൈറ്റ് ഡിക്രീസിങ് ഓർഡറിലായിരിക്കണം. ഞാനിപ്പോൾ ഇത് 7 എടുത്താൽ അടുത്തത് 5, 3 ഇങ്ങനെ വരാൻ പാടുള്ളൂ. ഡിക്രീസിങ് ഓർഡറിലായിരിക്കണം. ആൻഡ് എനി 2 ഡിജിറ്റ് ഇൻ ദ പിൻ ഡിഫർ ബൈ അറ്റ്ലീസ്റ്റ് 2. അതായത് പിന്നിലുള്ള നമ്പേഴ്സ് തമ്മിൽ അറ്റ്ലീസ്റ്റ് 2ൻ്റെ ഡിഫറൻസ് വേണം. അതായത് ഞാനിവിടെ 7 എടുത്താൽ എനിക്കിവിടെ 6 എടുക്കാൻ പറ്റില്ല. കാരണം 7ഉം 6ഉം തമ്മിൽ 1 ഡിഫറൻസ് ഉള്ളൂ. എനിക്ക് അറ്റ്ലീസ്റ്റ് 2 ആണ്. ഞാൻ 7 എടുത്താൽ എനിക്കിവിടെ 5 എടുക്കണം. 7 എടുത്താൽ ഞാൻ 5 എടുക്കണം. ഇവിടെ 5 എടുത്താൽ ഇവിടെ ഞാൻ എന്തെടുക്കണം, മിനിമം 3 എങ്കിലും എടുക്കണം. എന്തെടുക്കണം, മിനിമം 3 എങ്കിലും എടുക്കണം. ഓക്കെ, അതാണ് ആ സ്റ്റേറ്റ്മെന്റ്. ദ പിൻ എനി 2 ഡിജിറ്റ്സ് ഇൻ ദ പിൻ ഡിഫർ ബൈ അറ്റ്ലീസ്റ്റ് 2. നൗ ഹൗ മെനി മാക്സിമം അറ്റംപ്റ്റ്സ് ഡസ് 1 നീഡഡ് ടു ഫൈൻഡ് ഔട്ട് ദ പിൻ. അതായത് മാക്സിമം എത്ര അറ്റംപ്റ്റ് വരെ കൊടുക്കാം പിന്ന് കറക്റ്റായിട്ട് കിട്ടാൻ. ഓക്കെ, ലാസ്റ്റ് അറ്റംപ്റ്റിലാണ് എന്ത് ചെയ്യുന്നത്, പിന്ന് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് എത്ര അറ്റംപ്റ്റ് ഉണ്ട് അതാണ് വേണ്ടത്. സോ ക്വസ്റ്റ്യനിലേക്ക് വരാം. 3-digit പിന്നാണ്. നമ്പേഴ്സ് ആർ ഇൻ ഡിക്രീസിങ് ഓർഡർ. നമ്പർ 1 to 7 വരെ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ അടുത്തടുത്ത് വരുന്ന ഡിജിറ്റ്സുകൾ തമ്മിൽ അറ്റ്ലീസ്റ്റ് 2 ഡിഫറൻസ് വേണം. അറ്റ്ലീസ്റ്റ് 2 എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് 2 അല്ലെങ്കിൽ 2വിനെക്കാട്ടിലും കൂടുതലാകാം. ഞാൻ ആദ്യം എഴുതുന്നത് ഞാൻ 7 എടുത്തു. മാക്സിമൈസ് ചെയ്യാം. 7ൽ നിന്ന് അടുത്ത ഡിഫറൻസ് 5 and 3. ഇവർ തമ്മിൽ എല്ലാ നമ്പറും തമ്മിൽ അറ്റ്ലീസ്റ്റ് 2 ഡിഫറൻസ് ഉണ്ട്. ഇനി ഞാൻ എന്ത് ചെയ്തു, 7, 5 അതുപോലെ നിർത്തി. ഈ 2, 3 മാറ്റി ഞാൻ 2 ആക്കി. ഇവിടെ നോക്കി എല്ലാ നമ്പേഴ്സും തമ്മിൽ അറ്റ്ലീസ്റ്റ് 1 ഡിഫറൻസ് ഉണ്ട്, അറ്റ്ലീസ്റ്റ് 2 ഡിഫറൻസ് ഉണ്ട്. ഞാൻ 7, 5 വീണ്ടും നിർത്തി. അടുത്തത് 1 എടുത്തു. ഇവിടെ നോക്കിയേ 7ഉം 5ഉം തമ്മിൽ 2 ഡിഫറൻസ്, 5ഉം 4ഉം തമ്മിൽ 4 ഡിഫറൻസ്. സോ അറ്റ്ലീസ്റ്റ് 2 ഡിഫറൻസ് ഉണ്ട്. ഇനിയും 7, 5 ഇനി പോസിബിലിറ്റി കഴിഞ്ഞു. കാരണം 7, 5 ഇനി കൊടുക്കാൻ പറ്റില്ലല്ലോ. ഇനി ഞാൻ 7, 4 പോയി. 7, 4 വന്നു. ഞാൻ എന്ത് കൊടുക്കണം, 2 കൊടുക്കാം അല്ലേ. അതുപോലെ 7, 4 വന്നു, 1 കൊടുത്തു. ഇനി നമുക്ക് 7, 3ലേക്ക് പോകാം. 7, 3 വന്നാൽ എനിക്ക് 1 കൊടുക്കാം. ഇനിയും 7ൻ്റെ എന്തെങ്കിലും പോസിബിലിറ്റി ഉണ്ടോ? 7ൽ സ്റ്റാർട്ട് ചെയ്യുന്ന ലോക്ക് ഇല്ല. 7ൽ സ്റ്റാർട്ട് ചെയ്യുന്ന ലോക്കിൻ്റെ പോസിബിലിറ്റി കഴിഞ്ഞു. ഇനി 6ലേക്ക് വരാം. 6 വന്നപ്പോൾ ഞാൻ 4 കൊടുത്തു. 4 കൊടുത്താൽ 2. പിന്നെ 6, 4 അതുപോലെ നിർത്തി 1 അല്ലേ. ഇനി ഞാൻ 6 വന്നു, വീണ്ടും 3 കൊടുത്തു, 1 കിട്ടി. 6, 3, 1 കഴിഞ്ഞു. 6ൻ്റെ പോസിബിലിറ്റി കഴിഞ്ഞു. ഇനി 5, 3, 1. 5, 3, 1. ഇനി ഏതെങ്കിലും ഒരു പോസിബിലിറ്റി ഇവിടെ ഉണ്ടോ? എനിക്ക് 4ൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ? 4ൽ സ്റ്റാർട്ട് ചെയ്തെന്ന് വെച്ചോ, പിന്നെ 2 വരും. പിന്നെ എനിക്ക് 2വിനേക്കാളും 2 ഡിഫറൻസ് വരണമെങ്കിൽ 0 വരണം അല്ലേ. ഡിജിറ്റുകൾ തമ്മിൽ അറ്റ്ലീസ്റ്റ് ഡിഫറൻസ് 2 വേണമെന്നായിരുന്നു ക്വസ്റ്റ്യൻ. പക്ഷേ ഡിജിറ്റ് സ്റ്റാർട്ട്സ് ഫ്രം 1 to 7 ആണ്. ദാറ്റ് മീൻസ് 0 പറ്റില്ല. സോ എനിക്ക് ഇത്രയും പോസിബിലിറ്റി ഉണ്ട്. സോ ടോട്ടൽ എത്ര പോസിബിലിറ്റി ഉണ്ടെന്ന് നോക്കിയേ. 3, 6, 10. ടോട്ടൽ എത്ര പോസിബിലിറ്റി? 10 പോസിബിലിറ്റി. സോ ആൻസർ ഈസ് 10. ഓക്കെ, സോ എന്ത് ചെയ്യുക, നമ്പേഴ്സിനെ 3 ഡിജിറ്റിൽ അറേഞ്ച് ചെയ്യണം. നമ്പർ ഡിക്രീസിങ് ഓർഡറിലായിരിക്കണം. ആൻഡ് എന്ത് ചെയ്യണം, ഡിജിറ്റ്സുകൾ തമ്മിൽ മിനിമം 2 ഡിഫറൻസ് ഉണ്ടായിരിക്കണം. ഡിജിറ്റുകൾ തമ്മിൽ മിനിമം ഡിഫറൻസ് 2 ആയിരിക്കണം. സോ ഞാൻ 7ൽ സ്റ്റാർട്ട് ചെയ്താൽ തൊട്ടടുത്ത് വരുന്ന നമ്പർ 5 ആയിരിക്കണം, പിന്നെ 3. ഡിജിറ്റിൻ്റെ ഡിഫറൻസ് 2 അല്ലെങ്കിൽ 2ൽ കൂടുതൽ. 2ൽ കൂടുതൽ എത്ര ആയാലും കുഴപ്പമില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, 7, 5 ഫിക്സ് ചെയ്തു, പിന്നെ 3യെ 2 ആക്കി അല്ലേ. 5ഉം 2ഉം തമ്മിൽ 3 ഡിഫറൻസ് ഉണ്ട്, കുഴപ്പമില്ല. 2ൽ കൂടുതൽ ഡിഫറൻസ് എത്രയും ആകാം. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഓരോ പോസിബിലിറ്റി എഴുതി. 6ൻ്റെ പോസിബിലിറ്റി, ദെൻ 5. ഇതിന് താഴോട്ട് ഇനി എന്തില്ല, പോസിബിലിറ്റി ഇല്ല. സോ ടോട്ടൽ പോസിബിലിറ്റി 10 പോസിബിലിറ്റി. ഓക്കെ, സോ യെസ്, ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു 2022. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 22, 23കളിലാണ് നല്ല ഒരുപാട് നല്ല ടഫ് ക്വസ്റ്റ്യൻ അല്ല, തിങ്ക് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ഓക്കെ, സോ അടുത്ത ക്ലാസ്സിൽ യെസ് ഒരു ക്വസ്റ്റ്യൻ തരാം.
21 question ആണ്. The difference between a 2-digit number and yes, the number obtained by interchanging the position digit is 54. Statement 1, the sum of the 2-digit number can be determined only if the product of the numbers are known. The difference between the 2-digit of the number can be obtained, determined. So ചെയ്തു നോക്കുക. Okay, next class we will discuss the question. Thank you all.